സിനിമ എങ്ങനെയുണ്ട്? എവിടെ ബ്രോ സിനിമ ഉണ്ടായിരുന്നു? സിനിമ ഉണ്ടായിരുന്നു? സിനിമ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ സിനിമ? ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? രാജോട്ടൻ്റെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? രാജേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഓക്കെ. ഒരു തവണ ഇവിടെ തിയേറ്ററിൽ നല്ല ഇതായിട്ട് ശരി കാണാനുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? നല്ല എന്താ പറയാ, എല്ലാരും പോയി കാണാൻ പറയും. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണോ? ഇവിടെ നല്ല സ്പീഡ് തന്നെയാണ് പോകുന്നത്. മറ്റേ നായകനൊത്ത റോള് തന്നെ ഷംബീത്തിലും ചെയ്തിട്ടുണ്ട്. ഷംബീത്തിലെ ലുക്കറായിട്ടുണ്ട് കേട്ടോ. നല്ല റോൾ ഷംബീത്തിലും ചെയ്തിട്ടുണ്ട്. കട്ടയ്ക്ക് രണ്ടുപേരും പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ, വാച്ചബിൾ മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. നോവൽ വായിച്ചിട്ടുള്ള നോവലൊക്കെ പോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വന്നിട്ട് ഇന്റർവെൽ കഴിഞ്ഞ് വന്നിട്ട് ഇന്റർവെൽ വരെ നമുക്ക് ലാഗ് കൊടുത്തു. ഇന്റർവെൽ കഴിഞ്ഞ് നല്ല സ്പീഡ് തന്നെ അവിടെ പോകും. ഷംബീത്തിലെ അടിപൊളിയായിട്ട് നായകനെ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. ഷംബീത്തിലെ റോൾ കേട്ടോ. രാജേട്ടൻ ഒരു ലോക്കൽ ഹീറോ ലെവലിലേക്ക് കാണുന്ന ഒരു പടമാണ്. നമ്മുടെ ഒരു നോവലായിട്ടുള്ള നോവൽ ഇത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകത്തില്ല. ചെറിയൊരു നോവലാണിത്. അത്ര ഒരു വലിച്ച് നമുക്ക് തോന്നുന്നു ഇന്റർവെല്ലിന് മുമ്പ്. ഇന്റർവെൽ എല്ലാവർക്കും തോന്നുന്നത് ഇന്റർവെൽ കഴിഞ്ഞ് നല്ല സ്പീഡ് തന്നെ അവിടെ പോകും. നല്ല പടം. മലയാളികളുടെ ഒരു പുഷ്പയാണോ? അല്ലേ, പുഷ്പ ഒരു ലോക്കൽ പുഷ്പമായിട്ട് തന്നെ വെക്കാം. പടം എന്തായിരുന്നു? പടം കുഴപ്പമില്ല, ഒരു ആവറേജ് തിയേറ്റർ വാച്ച് മൂവിയാണ്. കുറച്ചധികം ലൈറ്റ് ആയി, സീൻസൊക്കെ ഒന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ കുറച്ചുകൂടി കോമ്പാക്ട് ആയിരുന്നു. പിന്നെ ഷമിച്ചേട്ടൻ്റെ ഞാനിപ്പോൾ എടുത്തു പറയേണ്ടത് എൻ്റെ ഒരു പെർഫോമൻസാണ്. അതുപോലെ നായികയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. രാജുവേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ലോക്കൽ ഫൈറ്റും മാസും ഒക്കെ ഗംഭീരമാണോ? തിയേറ്റർ കൈയടിക്കാൻ പറ്റുന്ന ലെവലിലാ? ഇല്ല, അത്ര ഗംഭീരമൊന്നും പറയാം. നായിക എങ്ങനെ? പ്രിയമത ഗംഭീരമായിട്ട് എടുത്തു പറയാം. തിയേറ്റർ മസ്റ്റ് വാച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? മസ്റ്റ് വാച്ച് ഒന്നും റെക്കമെൻഡ് ചെയ്യാം, ഒരു വൺ ടൈം വാച്ച് എന്ന് പറയാം. മനുഷ്യന് കാണാൻ കൊള്ളാത്ത പടങ്ങൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അവാർഡ് കൊടുക്കണം. ഓക്കെ, ഗോഡ് ലൈഫിലും കണ്ടീഷനായിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഇതിലുള്ള തിലകന്റെ മകൻ കലക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം കണ്ടിരിക്കാനുള്ള പടമാണ്. കാശ് മുടക്കിയാൽ അതിനുള്ള ഈ പടം കണ്ടിട്ട്. ഓക്കെ, താങ്ക് യു. ജോച്ചെ ചാലക്കുടി നിന്നാണ്. ഇത് രാജുവിന് ഓരോ മാസ് ഹീറോയിട്ട് വരുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് മാസ് ഹീറോസിനാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ വിനായക് കുറ്റയിലേക്ക് വരുമ്പോൾ എങ്ങനെ? കാരണം ടീച്ചറിന് ഒരു പുഷ്പ റെഫറൻസ് ഇട്ടു, അത് വെറുതെ ഇട്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് വരും. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് മാസ് ഹീറോ നമുക്ക് കിട്ടുന്നത്? റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിലും പടം കണ്ട് തുടങ്ങുമ്പോൾ പുഷ്പ റെഫറൻസ് ആണ് നമുക്ക് തോന്നും. കാരണം അതിനകത്ത് പല സിറ്റുവേഷൻസും അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് അവരാ ഒരു മൂവി കാണുന്നതായിട്ടൊരു സംഭവം, അതിൽ നിന്ന് ഇൻസ്പയർ ആകാൻ, ഒരാൾക്ക് ഇൻസ്പയർ ആകാൻ, അങ്ങനെ ആകാം. ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഡെപ്ത് എത്രത്തോളം ആ ഒരു നായിക നല്ല ബോൾഡായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് എനിക്ക് അത്ര അറിയത്തില്ല. നായിക വന്നിട്ടുണ്ടല്ലേ? പേര് എനിക്ക് അത്ര ഫെമിലിയർ അല്ല, പക്ഷെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആള് നല്ല ബോൾഡ് ക്യാരക്ടറാണ് ഇതിനകത്ത്. പക്ഷേ എനിക്ക് ഷമിതലയാണ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ എനിക്ക് ഷമിതലയുടെ ആക്ടിങ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഫാൻ ആയിട്ടില്ല. പടം കണ്ടിറങ്ങുമ്പോൾ ഞാൻ ഷമിതലയുടെ ഫാനായിട്ടാണ് ഇറങ്ങുന്നത്. എന്നോട് ചോദിക്കുക, സ്റ്റാർ ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് പടത്തിൽ. പടം എനിക്ക് നല്ല രീതിയിൽ വർക്കായി. എൻ്റെ ആദ്യത്തെ പടം അത് എന്താ പറയുക, പുള്ളിയുടെ രീതിയിൽ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നല്ല ത്രില്ലിംഗ് ആണ്, ഗ്രിപ്പിംഗ് ആണ്, ഇമോഷണൽ കണ്ടിന്യൂറ്റിങ് പരിപാടി അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് വളരെ വർക്കായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നൈസ് പടമാണ്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. നമ്മളൊന്നും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്, ഒട്ടും പ്രതീക്ഷിക്കില്ല. രാജേട്ടന്റെ മാസ് പിന്നെ അതിനെ പറ്റി എന്ത് പറയാം, രാജേട്ടൻ പണ്ടേ പൊളിയല്ലേ. നമ്മുടെ സമയത്തെല്ലാം സാർ ഒക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞുപോയി. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. എവ്രി
everyone was doing their part in a really nice way. So really theatre തന്നെ പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു മൂവിയാണ്. റിയലി സപ്പോർട്ട് ദിസ് മൂവി, എല്ലാ മൂവി സപ്പോർട്ട് ചെയ്യുക. എന്താ നിങ്ങൾ കണ്ടല്ലോ പെർഫോമൻസ് കണ്ടല്ലേ ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. എല്ലാവരും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്ത അടിപൊളി പെർഫോമൻസ് ആണ്. ഷമ്മിച്ചേട്ടനൊക്കെ മൈൻഡ് ബ്ലോയിങ്. അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയിക്കാൻ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. അദ്ദേഹത്തിന് ഇത്ര എക്സ്പീരിയൻസ് കുറേ പഠിപ്പിച്ചു തരും. പിന്നെ കുറേ വേരിയേഷൻസും ഡയലോഗിന്റെ പേര് ഒരു ഡബിങ്ങിന് കൂടെ അദ്ദേഹം എന്നെ കുറേ സഹായിച്ചു. അടിപൊളിയാണ്, അടിപൊളി മനുഷ്യൻ. ആൻഡ് ജയൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us an opportunity. പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ വിലായത്ത് മുത്ത കണ്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നത്. ഒന്ന് വിലായത്ത് മുത്ത 2 ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോട് വിളിക്കാന്ന് പറഞ്ഞു. ഇതിപ്പോ പൃഥ്വിരാജ് അങ്ങനെയൊക്കെ ആക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എല്ലാവരുടെ ആക്ഷൻ നല്ലതായിരുന്നു. ഈ പ്രിയമത ചേച്ചി അവരുടെയൊക്കെ നല്ല ആക്ഷൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഏറ്റവും കോമഡി ആയിട്ടുള്ളത് പ്രിയമത ഹാപ്പി ഫോർ ദം. വലിയ വലിയ ഫിലിം വരാൻ വലിയൊരു പ്രോസസ്സാണ്. അത് ഒത്തിരി കഷ്ടപ്പാട്, എന്താ പറയുക, ഒരുപാട് സമയം, കഠിനാധ്വാനം, സങ്കടം, സന്തോഷം എല്ലാം ആണ്. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് മൂവി. എനിക്ക് എല്ലാവരുടെയും ആ ഒരു ഫൈറ്റ്, ഇമോഷൻസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിൽ നല്ല ഫൈറ്റാണ്. രാജുവേട്ടൻ്റെയും ഷമി സാറിൻ്റെ കോമ്പോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. സോ ഫസ്റ്റ് വാച്ച് എല്ലാവരും. അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു ഇമോഷണൽ ഭയങ്കര സെന്റിമെന്റലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി മാസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പാനിക്കായിട്ട് സിറ്റുവേഷൻ അഭിനയിച്ചു. സോ ഒരുപാട് ഇമോഷൻസ് പുള്ളി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഷമ്മിത്തിലും താങ്ക് യു. എടുത്തു പറയേണ്ടതാണ് ഷമ്മിത്തിലെ കഥാപാത്രം. അദ്ദേഹം നമുക്ക് ചില സമയത്ത് തിലേന്ത്യാട്ടിനെ ഓർമ്മ വരുന്നു. കാരണം അത്രയും കൈയടക്കത്തോടുകൂടി ഈ ഒരു കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ നായികയായാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സമയം ഇത്തിരി കൂടുതലായിട്ട് 3 മണിക്കൂറുകളുണ്ട്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഒട്ടും ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ അത് കണ്ടാസ്വദിക്കാൻ പറ്റി. അത് ബോറടിപ്പിക്കാതെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമ്മി തിലകനായാലും പൃഥ്വിരാജ് ആയാലും നായികയായാലും നല്ല രീതിയിൽ തന്നെ മത്സരത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മറ്റുള്ള ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ നല്ല രീതിയിലുണ്ട്.